21 വഹാബികൾ ഈ ആയത്തോതി ഞങ്ങളും അടക്കാം, ഞങ്ങളെ പിറകിൽ നിന്നോളി എന്ന് പറഞ്ഞ് ആയത്തോതിയപ്പോ അതുവരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ കാഫിറായി, അതുവരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കായി. എന്നാൽ സഹോദരന്മാരെ, അത് കഴിഞ്ഞ 1940 ജമാഅത്തെ ഇസ്ലാമി ആയത്തോതുകയാണ്. 20 മുതൽ വഹാബികൾ ആയത്തിലേക്ക് മടക്കിയപ്പോ അതുവരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കായി പോയി, അതുവരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ കാഫിറായി പോയി. എന്താ അതിന് തെളിവ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അവര് ഖുർആനിലേക്ക് മടക്കിയതാണ്. എന്നാൽ 40 ഇതേ ആയത്ത് ജമാഅത്തെ ഇസ്ലാമി എടുക്കാൻ വഹാബികളെ സംബന്ധിച്ചിടത്തോളം സമുദായ നേതൃത്വം തട്ടിയെടുക്കലേ ആവശ്യമുള്ളായിരുന്നു. ഇമാമിങ്ങളെയും സ്വഹാബികളെയും പിന്നുന്ന സമുദായത്തെ അടർത്തിയെടുത്ത് സാമുദായിക നേതൃത്വം കൈക്കലാക്കാനേ വഹാബികൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന ആയത്തിന്റെ വ്യാപ്തിയില് ഇമാമിങ്ങളെയും സ്വഹാബികളെയും തള്ളണമെന്നേ വഹാബികൾ അർത്ഥം വെച്ചിട്ടുള്ളൂ. എന്നാൽ ഇതേ ആയത്ത് 940 ജമാഅത്തെ ഇസ്ലാമിക്കാർ അർത്ഥം വെക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സാമുദായിക നേതൃത്വത്തിന്റെ പുറമെ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്ര നേതൃത്വവും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇമാമിങ്ങളെ വിട്ടാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? ഈ രാജ്യത്തെ മതേതര സമൂഹത്തിലെ ഇതര ജനവിഭാഗങ്ങൾ നേതൃസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വിടണം. സോണിയാഗാന്ധി നേതാവായ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളാകാൻ പാടില്ല, പിണറായി വിജയൻ നേതാവായ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളാകാൻ പാടില്ല. ഇപ്പോ ആകാൻ പറ്റുക മുസ്ലിം ലീഗിലുമുണ്ട് അമുസ്ലിമീങ്ങളായ നേതാക്കൾ. അമുസ്ലിമീങ്ങളായ നേതാക്കളുടെ പിറകിലൊന്നും നിൽക്കാൻ പാടില്ല എന്ന് കുറച്ച് നീട്ടിപ്പരത്തിയിട്ടാണ് ജമാഅത്തുകാർ ഈ ആയത്തോതുന്നത്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. നേരത്തെ വഹാബികൾ ഈ ആയത്തോതിയത് എന്താണ്? ഇമാമിങ്ങളുടെ നേതൃത്വം സ്വഹാബികളെ നേതൃത്വം ഒന്നും വേണ്ട, നമുക്ക് ഖുർആൻ മതി എന്ന് പഠിപ്പിക്കാനാണ്. കാരണം അവർക്ക് അവരുടെ പിന്നിൽ നിന്ന് മുസ്ലിമീങ്ങളെ മാറ്റി സമുദായ നേതൃത്വം നേടിയെടുക്കുക എന്നുള്ളതേ ലക്ഷ്യമുള്ളായിരുന്നു. ഇവിടെ ജമാഅത്തുകാർ ഈ ആയത്തോതിയപ്പോൾ ഇമാമിങ്ങളെ മാത്രം തള്ളിയാ പോരാ, ഇന്ത്യയിലെ സെക്കുലർ രാഷ്ട്രീയ നേതാക്കളെ തള്ളണം. എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ മുസ്ലിമീങ്ങൾ കൂടൊഴിഞ്ഞു വന്ന് മൗദൂദികളുടെ പിറയിൽ നിൽക്കണം. എന്നിട്ട് അവർക്ക് രാഷ്ട്രീയ അധികാരം നേടാനും കൂടി ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. ആയത്ത് ഒന്നാണ്, ആയത്തോതിയ മൗലൈമാര് രണ്ടാണ്. 2 മൗലൈമാർക്കും 2 ലക്ഷ്യമാണ്. അതിനനുസരിച്ച് ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ്. ഖുർആനിന്റെ പേരിൽ ഈ ഉമ്മത്ത് 72 ആകുന്ന കോലത്തിന്റെ എക്സാമ്പിളാണ്. എന്നിട്ട് ഇവർ ജനങ്ങളോട് എന്താ പറഞ്ഞത്? ഇവിടെ അനിസ്ലാമിക ഗവൺമെന്റാണ്, ഇവിടുത്തെ ഗവൺമെന്റിനെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഓ അബ്ദുള്ള എന്ന് പറയുന്ന നമ്മളെ ചാനലിലൊക്കെ വരുന്ന ആ മൗലവി ഉണ്ടല്ലോ, അയാള് സഹോദരന്മാരെ ഒരു പരീക്ഷ എഴുതാൻ പോയി ഹാൾ ടിക്കറ്റ് ഒക്കെ വാങ്ങി പരീക്ഷ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കാത്തിരിക്കുമ്പോഴാണ് ഈ മൗലവിയുടെ തലച്ചോറിൽ മൗദൂദി തൗഹീദിന്റെ വെളിച്ചം വീണത്. അയാൾ ആലോചിച്ചു, പഠിച്ചോനെ, ഒരു അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഞാൻ പരീക്ഷ എഴുതേ, അതുകൊണ്ട് പരീക്ഷ എഴുതിയ തൗഹീദ് പോകൂലേ എന്ന് കരുതി അയാള് കണ്ടോ നിങ്ങള് പരീക്ഷാളിൽ നിന്ന് ഇറങ്ങിയോടാണ്. എനിക്കത് പറ്റിയായിരുന്നു. ഞാൻ ഒന്നിലധികം തവണ അറബിക്ക് പരീക്ഷയ്ക്ക് പണടച്ച ആളാണ്. അവിടെ പരീക്ഷ ഹാളിൽ പോയി എന്റെ ഹാളിൽ എന്റെ ടിക്കറ്റ് കടക്കാന്നല്ല, ഞാൻ കടന്നില്ല. കാരണം എനിക്കത് എന്റെ മനസ്സിന് സമ്മതിച്ചില്ല. ശാന്തരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നത് കൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഹറാമാണെന്നുള്ള വാക്കല്ല അവിടെ പറഞ്ഞത്, വളരെ മോശമായ വാക്കാ. അതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട വ്യക്തി പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ചെയ്യാൻ പാടില്ല.
ഇങ്ങനെയൊക്കെ പരീക്ഷാ ഹാളിൽ നിന്ന് തൗഹീദിനെ പേടിച്ച് ഇറങ്ങിയോടിയ ഒരുപാട് ഇരകൾ 1940കളിലെ ജമാഅത്തെ ഇസ്ലാമി തൗഹീദിന്റെ ബലിയാടുകളായി ഈ രാജ്യത്തുണ്ട്. എന്റെയൊക്കെ നാട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പഴയകാല ജമാഅത്ത് തറവാടുകളില് ഈ പ്രായമുള്ള കാരണന്മാരോട് ചെന്നിട്ട് നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചോക്കാണി, SLC വരെ എന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾ SLC ബുക്ക് എവിടെയെന്ന് ചോദിച്ചോക്കാണി, അവര് പറയും ബാപ്പ അടുപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞതാണ്. എന്താ കാരണോ? ആ ബാപ്പയാകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മരണശേഷം ആ SLC ബുക്ക് ഉപയോഗിച്ച് മകനെങ്ങാനും വല്ല PSC പരീക്ഷ എഴുതി ഒരു ഗ്രാമപഞ്ചായത്തിലെ തൂപ്പുകാരന്റെ പണിയെങ്ങാനും ഗവൺമെന്റ് ഉദ്യോഗമായി കിട്ടിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പേടിച്ചിട്ടാണ്, തൗഹീദ് ശിർക്കിലെത്തുമെന്ന് പേടിച്ചിട്ടാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്കാര് വഹാബി പൗരോഹിത്യം പോലെ മൗദൂദി പൗരോഹിത്യത്തിലും അടിക്കടി അപ്ഡേഷനുകൾ വരും. ഈ പുത്തൻവാദികളുടെ ഒക്കെ പൊതു സ്വഭാവം അതാണ് പണ്ട് ഈ ഫേസ്ബുക്കിൽ ഒരു ചങ്ങായി പോസ്റ്റ് ഇട്ടവ പറഞ്ഞു, വഹാബി മൗദൂദികളുടെ ഒക്കെ തൗഹീദ് ആധാർ കാർഡുമായി പെട്ടെന്ന് ലിങ്കാക്കണം, എന്നിട്ടെങ്കിലും ഇത് മാറാതെക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ നോക്ക്, അന്ന് വഹാബികൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ തൂപ്പുകാരന്റെ ജോലി പോലും ഗവൺമെന്റ് ഉദ്യോഗമായി സ്വീകരിക്കുന്നതിനെ പേടിച്ചു. ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നു പേടിച്ചിട്ടാണ്. കേവലം മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളല്ല, കേവലം ഒരു ഹറാമ് ഹലാല് തൗഹീദിലേക്ക് ചേർത്തിയാൽ അതുപോലും അല്ല മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ അകത്തോ പുറത്തോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡമായിരുന്നു മൗദൂദികൾക്ക് ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ. ഈ രാജ്യത്തെ വോട്ട്, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയാണ്. എന്നാൽ അന്ന് ഗ്രാമപഞ്ചായത്തിലെ തൂപ്പുകാരന്റെ ജോലി പോലും പേടിച്ച ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഇടക്കിടക്ക് അപ്ഡേഷൻ കൊണ്ടുവന്നു. കുറെ കാലമായി ഇപ്പൊ ജമാഅത്തുകാര്, മുമ്പ് ഗ്രാമപഞ്ചായത്തിൽ ജോലി കിട്ടരുത് എന്നാണ് 5 വക്തിനും വഹാബികള് മൗദൂദികൾ ദ്വാരുന്നീന്. ഇപ്പൊ നേരെ ഉൾട്ടയാണ്. മരിക്കണീന്റെ ഇടയ്ക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഈമാൻ വിളിച്ചാവൂല എന്ന തലത്തിലേക്ക് മൗദൂദി തൗഹീദ് നേരെ തലതിരിച്ചു പിടിച്ചേക്കാണ്. അപ്പൊ നമ്മള് കരുതിയത് എന്നോ മൗദൂദികളുടെ തൗഹീദ് മാറ്റിക്കണെന്ന, മാറ്റിയേക്കല്ല, തൗഹീദ് ഭരണഘടനയിലുണ്ട്. മൗദൂദികളെ സംബന്ധിച്ചിടത്തോളം മൗദൂദികളുടെ പ്രമാണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ എന്താണോ തൗഹീദായി മൗദൂദി പൗരോഹിത്യ സഭ യോഗം കൂടി ഓരോ കാലത്ത് പാസ്സാക്കുന്നത്, അതാണ് അടുത്ത അപ്ഡേഷൻ വരും വരെ മൗദൂദികളുടെ തൗഹീദ്. അതുകൊണ്ട് തന്നെ ഈ മൗദൂദികൾ ഇതൊക്കെ മാറ്റിയെന്നാ നമ്മൾ കരുതിയത്. അപ്പൊ മാറ്റുകയായിരുന്നില്ല, കുഞ്ഞാടുകളെ പരിശീലിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പരിശീലിപ്പിച്ച് ഇപ്പോഴാണ് മൗദൂദി വത്തിക്കാനിൽ നിന്ന് കറുത്ത പുക ഉയർന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായി മാതൃഭൂമി ചാനലിൽ വാർത്ത വരികയാണ്. എന്താണ് വാർത്ത? മൗദൂദികൾ മതം മാറിയിട്ടുണ്ട്, മൗദൂദികളുടെ നാള് വരെയുള്ള തൗഹീദ് മാറിയിട്ടുണ്ട്. ഇതുവരെയുള്ള മൗദൂദിയുടെ വേദഗ്രന്ഥം ആധുനിക മൗദൂദികൾ ചവിട്ടി അരച്ച് തോട്ടിലെറിയാൻ. എന്നിട്ട് മൗദൂദികൾ പറയാണ്, ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗം വേണം, ജോലി സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ ജമാഅത്തുകാർ ഇതിനൊക്കെ എതിരാണ്. പിന്നെ കോടതി പോകാന്നുള്ളൊരു തീരുമാനം ജമാഅത്തുകാർ എപ്പോഴും എടുത്തത് അറിയങ്ങള്, അത് ജമാഅത്തെ ഇസ്ലാമിനെ ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയൊക്കെ നിരോധിച്ചല്ലോ. നിരോധിച്ചു. കൊടി വെക്കാൻ വെച്ച, ബോർഡ് വെക്കാൻ വെച്ച, ഓഫീസ് തുറക്കാൻ വെച്ച, ജമാഅത്താന്ന് പറഞ്ഞ് റോട്ടിൽ ഇറങ്ങാൻ വെച്ച. എന്താ കാട്ടുക? ഒരു ഭാഗത്ത് താകൂത്തി ഗവൺമെന്റ്, കോടതി പോയാ ഇസ്ലാം ഒന്ന് പുറത്തേക്ക്, മറുഭാഗത്ത് കോടതി പോയിട്ടില്ലെങ്കിലോ പാകിസ്ഥാനക്കും പോകേണ്ടി വരും. അപ്പൊ ഇസ്ലാം എന്നാണോ പുറത്തു പോകേണ്ടത്, ഇന്ത്യയിൽ നിന്നാണോ പുറത്തു പോകേണ്ടത് എന്ന കൺഫ്യൂഷൻ മൗദൂദികളുടെ മുമ്പിൽ വന്നപ്പോ ഹുക്കൂമത്തെ ഇലാഹി എന്ന കുന്തം ഇഖാമത്തുദ്ദീനായി ജമാഅത്തെ ഇസ്ലാമി ചെരിച്ചു വെക്കാൻ. അങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി കോടതി പോകാൻ തീരുമാനിച്ചു. താവൂത്തി ഗവൺമെന്റിന്റെ ഭാഗമായി ജുഡീഷ്യറിയെ ബന്ധപ്പെട്ടു. എന്തിന്? മക്കളെടുത്ത് പോയി കടന്നുറങ്ങണമെങ്കിൽ അവസാനം അത് വേണ്ടി വന്നു. അങ്ങനെ മെല്ലെ 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 ജമാഅത്തെ ഇസ്ലാമി എത്തിപ്പെട്ട ഘട്ടം ഇന്നലത്തെ മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി മാറ്റി. ഏതാ മാറ്റിയത്? നിങ്ങൾ തൗഹീദാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ജമാഅത്താരിയിലേക്ക് ചേർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അബുല്ലാല മൗദൂദി വരെ, അബുല്ലാല മൗദൂദി മുതൽ ഈ അടുത്ത കാലത്ത് കടന്നുപോയ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വരെയുള്ള തൗഹീദാണ്. റസൂലുള്ള വരെ മുതലുള്ളത് മൗദൂദി വരെയുള്ള തൗഹീദ് വേറൊന്നാണ്. പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. രണ്ടാണെങ്കിലും ഒരു മതം എന്ന നിലക്ക് അങ്ങനെയാണ് വേണ്ടത്. ആ തൗഹീദാണ് നേരെ ഉൾട്ടിയാക്കിയിട്ട് മൗദൂദി പൗരോഹിത്യ സഭ പുനഃക്രമീകരിക്കുന്നത്. വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം. കോടതിയെ സമീപിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്.
പ്രവൃത്തി പദത്തിൽ അത് പണ്ട് ഒഴിവാക്കിയിരുന്നു, ഭരണഘടനയിൽ ഒഴിവാക്കിയിട്ടില്ല. എന്തേ കാരണം? അല്ലാതെ ഈ നിരോധനം നീങ്ങിക്കിട്ടണ്ടേ? ജമാഅത്തുകാർക്കും വേണ്ടി ഇപ്പൊ നാട്ടുകാർ കോടതിയിൽ പോകുക, ഓലെന്നെ പോണ്ടേ? സ്വത്തും ഓഫീസും ബോർഡൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ കോടതിയിൽ പോയേ പറ്റൂ. നിരോധനം നീക്കണമെങ്കിൽ ജുഡീഷ്യറിയിൽ പോകുകയല്ലാതെ നിർവാഹമല്ല. അപ്പൊ ഭരണഘടനയിൽ അത് ശിർക്കാന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമി കോടതിയിൽ പോയത്. ലൈംഗികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത്. അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം. അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത് തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന. ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം. ഇനി മൗലവി പറയണേ, ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ കീഴിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ അതിൽ വോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വോട്ട് ചെയ്യണത് ശിർക്കാണ്. വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? അനിസ്ലാമികമായ ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നടപ്പിലാക്കാനല്ലല്ലോ ഇലക്ഷൻ നടക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം എന്താണ്? ഇത്തരം ഒരു നാട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. ഭരണഘടനയിൽ ഇക്കാലം വരെ അതുണ്ട്. എന്നാൽ പിന്നെ ഇന്നലെ വരെ ജമാഅത്തെ ഇസ്ലാമിക്കാര് സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോയിമുട്ടന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. കോയിമുട്ടന്റെ ബുൾസൈ ആവും, ആംബിളേറ്റ് ആവും, മുട്രോസ്റ്റ് ആവും. ഇതുപോലെ മൗദൂദികൾ ചിലപ്പോ വെൽഫെയർ ആവും, സോളിഡാരിറ്റി ആവും, SY ആവും, ജമാഅത്തെ ഇസ്ലാമി ആവും. സാധനമൊക്കെ അത് തന്നെയാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ എങ്ങനെയാണ് ഈ വോട്ട് ചെയ്യാനും രാഷ്ട്രീയത്തിൽ മത്സരിക്കാനൊക്കെ വന്നത്? നിങ്ങൾ ചോദിച്ചു നോക്കാണ്. നിങ്ങൾ ഇപ്പോഴല്ലേ ഭരണഘടന മാറ്റിയത്? അപ്പോ ഖുർആനിലെ തൗഹീദും ശിർക്ക് അടക്കട്ടെ, നിങ്ങളെ ഭരണഘടനയിൽ പറഞ്ഞ ശിർക്കായിരുന്നു നിങ്ങൾ ഇന്നലെ വരെ ചെയ്തീനിയത് എന്ന് ചോദിച്ചു നോക്കാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്ന ഒരു ന്യായമുണ്ട്. അതെന്താണ്? സംഗതി ഇവിടെ വോട്ട് ചെയ്യലൊക്കെ ശിർക്കാണ് തന്നെയാണ് ഞങ്ങളെ ഭരണഘടനയിലുള്ളത്. അതന്നെയാണ് ഞങ്ങളെ വിശ്വാസം. പക്ഷേ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലെത്തുമ്പോ ഞങ്ങൾ നീയത്തൊന്നാണ് മാറ്റിവെക്കും. എങ്ങനെ? വെൽഫെയർ പാർട്ടിയുടെ ഗ്യാസും കുറ്റിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതാ അള്ളാന്റെ ഭരണം നടപ്പിലാക്കാൻ ഞങ്ങൾ ഇതാ വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ നീയത്തൊന്നാണ് മാറ്റിവെക്കലാണ്. എന്താ ഈ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായോ? കുടിക്കണത് 1-ാം നമ്പർ പട്ടച്ചാരായാണ്. പക്ഷെ ഇത് ക്ലാസ്സിലൊക്കെ പറഞ്ഞ് കുടിക്കാൻ നേരത്തെ ഇങ്ങനെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ജമാഅത്തുകാർ എന്ത് ചെയ്യും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് നല്ലൊരു കട്ടൻ ചായയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുടിക്കും. അതുകൊണ്ട് നിലത്ത് കാലുറക്കോ? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതായിരുന്നു ഇതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദ്, ഇസ്ലാമിന്റെ പേരിലുള്ള ആദര വ്യായാമങ്ങൾ. അതാണ് ഇപ്പൊ മാറ്റിക്കണെന്ന് പറയുന്നത്. അതായത് ഇതുവരെയുള്ള മതം ജമാഅത്തെ ഇസ്ലാമി മാറ്റിപ്പണിയുകയാണ്. സംഘടന പിന്നീട് അനുമതി നൽകി. എന്നാൽ ഭരണപദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന നിലപാട് തുടർന്നു. ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഭരണപദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി. അപ്പൊ ഇനി ഭരണത്തിലൊക്കെ കയറാ. ഇവനിപ്പോ എന്ത് കിനാക കാണുന്നത്? ആര് ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറന്മാരൊക്കെ ഇങ്ങനെ പൂതിച്ച് നിൽക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി തോൽക്കും, കുഞ്ഞാലിക്കുട്ടി തോൽക്കും, രമേശ് ചെന്നിത്തല തോൽക്കും. അവിടെയൊക്കെ ജയിച്ചത് ആരാണ്? ഈ പണ്ട് സക്കരിയ സ്വലായി ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി ഒരു ഉദാഹരണം പറയലുണ്ട്. അത് ഈ ക്ലോസറ്റിൽ വെള്ളം പറഞ്ഞ മാതിരിയാണ്. അതെന്താ? സിയാദത്തുല്ല നുക്സാനുല്ല, ഒരു ആവറേജ് അവിടെ ഇങ്ങനെ നിൽക്കും എന്നതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഓലെ പേരക്കുട്ടികൾ ലോകത്തും കൂടി ഒരു പച്ചവെള്ളം കൊടുക്കാത്ത ജാതികളാണ്. പിന്നെ എങ്ങനെയാ ഇതിന് വല്ല വളർച്ചയും വികാസം ഉണ്ടാകുക? അപ്പൊ ഇവനിങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുക, അടുത്ത ഇലക്ഷനിൽ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ തന്നെ. അതാകുമ്പോത്തിന് ഇവൻ എന്ത് ചെയ്യാണ്? ഭരണഘടനയൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് കുപ്പായൊക്കെ ഏത് ടൈലർ ഷാപ്പിലാ മുഖ്യമന്ത്രി കുപ്പായം കൊടുത്തതെന്ന് അറിയില്ല, ഒക്കെ ഒരുങ്ങാൻ. സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യ ഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു. സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ട് ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത്. അതെപ്പോഴാ? നിരോധിച്ചല്ലോ. ആ നിരോധിച്ചപ്പോ യഥാർത്ഥത്തിൽ ഫലത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത് ഏതാ? നിങ്ങൾ ഈ കോടതി പോകാൻ പാടില്ല എന്നുള്ള വിഷയമാണ്. കാരണം കോടതി പോകാതെ ഈ നിരോധനം എങ്ങനെയാ മാറിക്കിട്ടുക? അപ്പൊ തൗഹീദൊന്നും ഒലക്ക കടത്തിച്ച മാതിരി കടത്തി വെച്ചതാണ്. പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി. ഇപ്പോൾ പുതിയ മാറ്റം. എന്നാൽ ഭരണഘടനയിൽ 2019 തന്നെ മാറ്റം വരുത്തിയതാണെന്നും
വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത്. വലിയ കാര്യമായി 2019 മാറ്റിയേക്കാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏതാണ് ഈ മാറ്റുന്നത്? ഇസ്ലാമിൽ കടന്നു വന്ന പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ ശരീഅത്തിലെ കർമ്മ വിഷയങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ തൗഹീദ് എന്ന അടിസ്ഥാന വിഷയത്തിൽ ആദം നബി മുതൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു പ്രവാചകനും ഭിന്നാഭിപ്രായങ്ങളില്ല, വ്യത്യസ്തതകളില്ല, വൈവിധ്യങ്ങളില്ല. ലോകത്തിന്ന് വരെ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളിലും ഇത്തരം വൈവിധ്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഇല്ല. എന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബികളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒരു നൂറ്റാണ്ട് തികയണീന്റെ മുമ്പ് 110 വൈരുദ്ധ്യങ്ങളും അപ്ഡേഷനുകളും തൗഹീദ് എന്നവർ പരിചയപ്പെടുത്തിയ വിഷയത്തിൽ തന്നെ വരികയാണ്. ഫിഖിലൊക്കെ വന്ന ഒരുപാട് സംഗതികളുണ്ട്. അബുലാല മൗദൂദി പറഞ്ഞത് പെണ്ണുങ്ങളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നത് കണ്ടാൽ പട്ടച്ചൂലെടുത്തടിച്ച് പെരീക്ക് പറഞ്ഞേക്കണമെന്നാണ്. എന്നാൽ ഇന്നത്തെ മൗദൂദിയാക്കോ ബോർഡ് വെക്കാനും ബാനർ വെക്കാനും വരെ പെണ്ണുങ്ങൾ വേണം. ഇതൊക്കെയാണ് നേരെ ഇപ്പോഴെങ്ങാനും മൗദൂദി ഈ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും കട്ടക്കാലത്തിന് കബറും പുറത്തേക്ക് കയറിയിട്ട് വന്നാൽ സുബ്ഹാനല്ലാഹ്, ആദ്യം മൗദൂദി കയ്യിലുള്ള വടിയേറ്റ് പോണത് ഇഹ്റാ സെന്ററിലല്ലേ? ഒറ്റ മൗദൂദി പുരോഹിതന്മാരുടെ മുട്ടുകാലും ബാക്കിയുണ്ടാകുമോ? മൗദൂദി അടിച്ചു പൊട്ടിക്കൂലേ? കാരണം എന്തായിരുന്നോ മൗദൂദി, അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ആധുനിക മൗദൂദികള്. ഇവിടെ തൗഹീദാണ് മാറ്റുന്നത്, അഥവാ മതം തന്നെയാണ് മൗദൂദികൾ മാറുന്നത്. അള്ളാന്റെ ഖുർആൻ പറയാണ്, അലം തറ കൈഫ ദറബല്ലാഹ്. ശരിയായ വിശ്വാസത്തെ അല്ലാഹു ഉദാഹരിക്കുകയാണ്. കശജറത്തിൻ ത്വയ്യിബ, അതൊരു ഉറച്ച വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേരുകൾ അടിയിലേക്ക് ആണ്ടുപോയതുകൊണ്ട് ഒരു കാറ്റിലും ഒരു കോളിലും അത് മാറൂല. ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദ് ഒരു കാലാന്തരത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിലും രൂപമാറ്റം വരൂല. എന്നാൽ ചീത്തയായ വിശ്വാസം അല്ലാഹു ഉദാഹരിക്കുകയാണ്. കശജറത്തിൻ ഖബീസ, അതൊരു നിർമ്മാണാത്മകമല്ലാത്ത നിലപാടും വിശ്വാസവുമാണ്. അതൊരു ചീത്തയായ ചെടിയെ പോലെയാണ്. ഉജ്തുസ്സത്തു മിൻ ഫൗഖിൽ അർള്, അതിന് ആഴിയിലേക്ക് കണ്ടുപോയ വേരുകളില്ല. അതെ, അതുകൊണ്ട് തന്നെ ഇന്നലെ പെയ്ത മഴക്ക് മുളച്ച തവരയാണ്. നാളത്തെ വെയിലിൽ വാടുന്നത് പോലെ ഇന്നത്തെ തൗഹീദ് നാളെ അവർ പറയില്ല. ഇന്നത്തെ മതം നാളെ അവർ പറയൂല. മാലഹാ മിൻ ഖറാർ, അതിന് സ്ഥിരതയുണ്ടാവുകയില്ല. ഒരു മതത്തിന്റെ യഥാർത്ഥ ആശയം ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ വളരെ ലളിതമായ ഉദാഹരണമാണ്, അടയാളമാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്.